അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരസഭയിലെയും പായ്പ്ര പഞ്ചായത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ LDFന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെയുള്ള ജനാധിപത്യ മറുപടിയാണെന്ന് മാത്യു കുഴൽനാടൻ MLA. നഗരസഭയിലെ വിജയം വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും MLA. മൂവാറ്റുപുഴ നഗരസഭ 13-ാം വാർഡിലെയും പായ്പ്ര പഞ്ചായത്ത് 10-ാം വാർഡിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ LDFന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള ജനാധിപത്യപരമായ മറുപടിയാണെന്ന് മാത്യു കുഴൽനാടൻ MLA. UDF പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് രണ്ടിടങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കാനായത്. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുമെന്ന് MLA പറഞ്ഞു. മൂവാറ്റുപുഴയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടാനായത്. അതിനേക്കാളൊക്കെ അപ്പുറം ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള ജനാധിപത്യപരമായ പ്രതികാരവും മറുപടിയും ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലിരിക്കുന്ന മുനിസിപ്പൽ കൗൺസിലിന് ആ നേതൃത്വത്തിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു. വീണ്ടും ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന വലിയൊരു സന്ദേശവും വലിയൊരു ഊർജവുമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പായ്പ്രയെ സംബന്ധിച്ച് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പണത്തിന്റെ സ്വാധീനത്തിലും മറ്റു സ്വാധീനത്തിലും കോൺഗ്രസിന്റെ പക്ഷത്തു നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തു നിന്നും രണ്ടുപേരെ അടർത്തിക്കൊണ്ടുപോയി ഭരണം പിടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുഖത്തേറ്റ അടിയാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ്. ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന വാർഡ് പിടിച്ചെടുക്കുന്ന അതേ ദിവസം തന്നെ UDFനെ ചതിച്ച് വഞ്ചിച്ച് മറുകണ്ഠം ചാടി പ്രസിഡന്റായ വ്യക്തിയെ അയോഗ്യനാക്കിയ വിധി കൂടി വന്നതോടുകൂടി ഇപ്പോൾ പായ്പ്ര പഞ്ചായത്തിൽ UDFന് ഭൂരിപക്ഷമായിരിക്കുന്നു. ജനാധിപത്യത്തിൽ ആത്യന്തികമായ വിജയം സത്യത്തിനും നീതിക്കുമായിരിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വർഗീയമായ ചേരിതിരിവ് അംഗീകരിക്കാനാവില്ലെന്നും ജനം ഇത് പുച്ഛത്തോടെ തള്ളുമെന്നും MLA. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയിൽ വർഗീയത പറയുന്നതും വർഗീയമായ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നതും ഞങ്ങൾ കണ്ടു. ഒരു കാര്യം ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മൂവാറ്റുപുഴ എന്ന് പറയുന്നത് മതേതര സംസ്കാരത്തിന്റെ മതേതര ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മണ്ണാണ്. ഇവിടെ വർഗീയത വിലപ്പോവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും രീതിയിൽ വർഗീയത പറഞ്ഞ് ആരെങ്കിലും ഭയപ്പെടുത്താമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ആ നിലയിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കാമെന്നോ ധരിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാ നിലയ്ക്കും മതേതര സമൂഹത്തിന് ഞങ്ങൾ സംരക്ഷണം നൽകും. അവരെ ഏറ്റെടുക്കും, അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. ഈ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുത്തണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ആവശ്യപ്പെടുന്നത്. ഏറ്റവും മികച്ച മതേതര സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന മൂവാറ്റുപുഴയ്ക്ക് അപമാനമാണ് CPM നിലപാടെന്നും MLA കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.